നമ്മുടെ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പുല്ല് മുളച്ചോന്നാണ് ഇപ്പോഴത്തെ ഭയങ്കര പ്രശ്നം. ദാ പുല്ലൊക്കെ മുളയ്ക്കുന്നുണ്ട്. എന്താണ് സത്യശീലേട്ടാ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു പരിപാടി കഴിഞ്ഞാൽ മിനിമം 30 ദിവസം കഴിഞ്ഞിട്ട് 40 ദിവസത്തിനുള്ളിൽ പുല്ല് മുളയ്ക്കുള്ളൂ. അല്ലെങ്കിൽ പുല്ല് നടണം. ഷീറ്റ് വിരിക്കുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ റെഡിയാവും. ഇവിടെ പല പരിപാടികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 2004 അമൃതാനന്ദ പരിപാടി അതിന്റെ പരിപാടി കഴിഞ്ഞു. 12 ദിവസം ഗ്രൗണ്ട് കൊടുത്തിരുന്നു. അവർ റിക്കവറി ചെയ്ത് തന്നു. അമീത് കർസായി ഉപരാഷ്ട്രപതി അവർ വന്നിരുന്നു. അതിനും ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് റിക്കവറി ആയി വന്നു. സോണിയാഗാന്ധി വന്നിരുന്നു ഇലക്ഷൻ ടൈമിന്. അതിനും ഇത് റിക്കവറി ആയി വന്നിട്ടുണ്ട്. AR റഹ്മാന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് പോക്ലാൻ അതുവരെ ഇതിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് 10-15 ദിവസം കൊണ്ട് ആ പുല്ല് ശരിയായി വന്നിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട് ഡാമേജ് ആവൂല. ആവും. ചെറിയ ഡാമേജ് ഉണ്ടോ? പരിപാടി നടത്തുക എന്ന് മാത്രമാണ്. അതിന് ഈവന്റിന് എല്ലാവരും കൊടുക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതാണ് കഥ. നമ്മുടെ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. ഇനി പുല്ല് മുളച്ചില്ല എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയവരോടാണ് പറയുന്നത്. ഈ മോട്ടോർ റേസിംഗ് അതുപോലുള്ള ഒരുപാട് ഇവന്റുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈവൻ മനോരമൻ്റെ പരിപാടി വരെ ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ മോഹൻലാലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അന്നും കുറേ പുല്ലൊക്കെ പോയിട്ടുണ്ട്. ഒരു പരിപാടി വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാതെ ഇതുപോലൊരു പിന്തിരിപ്പൻ നയം സ്വീകരിക്കുന്ന മാധ്യമങ്ങളോടാണ്. ഇത് ശരിയല്ല. പോലുള്ള പരിപാടികൾ വരട്ടെ, പുല്ല് കുറച്ച് പോയിക്കോട്ടെ, നനച്ചു കൊടുത്താൽ അത് സെറ്റാവും. അത്രയുള്ള സംഭവം.